സിനിമയിലെ പ്രണയങ്ങൾ പലപ്പോഴും വെള്ളിത്തിരയിലെ വർണ്ണക്കാഴ്ചകളിൽ അവസാനിക്കാറാണ് പതിവ്. എന്നാൽ തമിഴ് സിനിമാ ലോകത്തൊരു പ്രണയകഥയുണ്ട്. ആരാധകർ ഇന്നും നെഞ്ചിലേറ്റുന്ന തടസ്സങ്ങളെ ക്ഷമയോടെ നേരിട്ട് വിജയിച്ച ഒരു റിയൽ ലൈഫ് മാജിക്. അതായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും പ്രണയം. വെറുമൊരു ഗോസിപ്പ് കോളത്തിനപ്പുറം ആത്മബന്ധത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഈ കഥ തുടങ്ങുന്നത് ഒരു സെറ്റിൽ നിന്നാണ്. 1999 പൂവെല്ലാം കേട്ടുപറയുന്ന സിനിമയുടെ സെറ്റ്. അന്ന് സൂര്യ സിനിമയിൽ തൻ്റെ ഇടം കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവ് മാത്രമാണ്. മറുഭാഗത്ത് മുംബൈയിൽ നിന്ന് വന്ന തമിഴ് ഒട്ടുമറിയാത്ത പുതുമുഖം ജ്യോതിക. സത്യത്തിൽ അന്ന് സൂര്യയെ ആകർഷിച്ചത് ജ്യോതികയുടെ സൗന്ദര്യമായിരുന്നില്ല, മറിച്ച് അവരുടെ കഠിനാധ്വാനമായിരുന്നു. തമിഴ് അറിയില്ലെങ്കിലും ഓരോ ഡയലോഗും പേപ്പറിൽ എഴുതിയെടുത്ത് ആരും പറയാതെ തന്നെ മണിക്കൂറുകളോളം അത് മനഃപ്പാടമാക്കുന്ന പെൺകുട്ടിയെ സൂര്യ അത്ഭുതത്തോടെ നോക്കി നിന്നു. അന്ന് തോന്നിയ ബഹുമാനമാണ് പിന്നീട് പ്രണയമായി മാറിയത്. ആദ്യ സിനിമയ്ക്ക് ശേഷം അവർ രണ്ടുപേരും രണ്ട് വഴിക്കായി. ജ്യോതിക തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായി വളർന്നു. സൂര്യ അപ്പോഴും പോരാട്ടത്തിലായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം സൂര്യ തൻ്റെ ഒരു സുഹൃത്തിനൊപ്പം ചെന്നൈ നഗരത്തിലൂടെ നടക്കുമ്പോൾ ദൂരെ വലിയൊരു പരസ്യപലകയിൽ ജ്യോതികയുടെ ചിത്രം കണ്ടു. തൻ്റെ കൂടെ അഭിനയിച്ച പഴയ പെൺകുട്ടി ഇത്രയും ഉയരത്തിലെത്തിയതിൽ സൂര്യയ്ക്ക് അഭിമാനം തോന്നി. അന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നോക്കൂ, അവൾ എത്ര കഠിനാധ്വാനിയാണ്, അവൾ ഈ വിജയം അർഹിക്കുന്നു. ആ നിമിഷം സൂര്യയുടെ ഉള്ളിൽ ആ ഇഷ്ടം ഉറച്ചിരുന്നു. പക്ഷേ അതൊരു ആരാധനയല്ല, ആഴത്തിലുള്ള പ്രണയമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. 2003 കാക്കയുടെ സെറ്റ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു. ഇരുവരും സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും ഒന്നാകാൻ ആഗ്രഹിച്ച സമയം. ഇവിടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. സിനിമയിലെ പോലെ ആരും ആരോടും മുട്ടുകുത്തി നിന്ന് പ്രണയം അഭ്യർത്ഥിച്ചിട്ടില്ല. മറിച്ച് ചിത്രീകരണ വേളകളിലെ നീണ്ട സംഭാഷണങ്ങൾക്കിടയിൽ പരസ്പരം നൽകിയ കരുതലിനിടയിൽ ആ പ്രണയം സ്വാഭാവികമായി വളരുകയായിരുന്നു. വാക്കുകൾ കൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ കണ്ണുകളിലും പെരുമാറ്റത്തിലും ആ സത്യസന്ധത ഉണ്ടായിരുന്നു. ജ്യോതിക അന്ന് കരിയറിൻ്റെ നെറുകയിലായിരുന്നു. എന്നിട്ടും താൻ സ്നേഹിക്കുന്ന ആൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി തൻ്റെ കരിയർ പോലും മാറ്റിവെക്കാൻ അവർ തയ്യാറായി. സൂര്യയുടെ പിതാവ് ശിവകുമാറിൻ്റെ സമ്മതത്തിനായി അവർ വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരുന്നു. ജ്യോതിക ഒരു മുംബൈക്കാരിയാണെങ്കിലും സൂര്യയുടെ തമിഴ് സംസ്കാരത്തെയും കുടുംബത്തെയും സ്വന്തം ജീവനെ പോലെ അവർ സ്നേഹിച്ചു. ഒടുവിൽ 2006 സെപ്റ്റംബർ 11 ആ മനോഹരമായ വിവാഹം നടന്നു. വിവാഹശേഷം ജ്യോതിക അഭിനയം നിർത്തിയപ്പോൾ പലരും സങ്കടപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജ്യോതികയെ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചതും മികച്ച കഥാപാത്രങ്ങൾ അവർക്കായി ഒരുക്കിയതും സൂര്യ എന്ന ഭർത്താവാണ്. നിനക്കിഷ്ടമുള്ളത് ചെയ്യൂ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന സൂര്യ ഇന്ന് എല്ലാ പുരുഷന്മാർക്കും ഒരു മാതൃകയാണ്. പ്രണയം എന്നാൽ സ്വന്തമാക്കലല്ല, മറിച്ച് പങ്കാളിയെ അവർ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കലാണെന്ന് ഇവർ തെളിയിക്കുന്നു. ആരും ആരോടും നിർബന്ധിച്ച് പറഞ്ഞ പ്രണയമല്ല ഇത്. ബഹുമാനത്തിൽ തുടങ്ങി കാത്തിരിപ്പിലൂടെ വളർന്ന് ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന ബന്ധം. സൂര്യ ജ്യോതിക ജോഡികളുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? സിനിമയിലാണോ അതോ യഥാർത്ഥ ജീവിതത്തിലാണോ ഇവരെ കൂടുതൽ കാണാൻ ഭംഗി? നിങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ മനോഹരമായ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.